അങ്ങനെ എനിക്ക് അറിയില്ല എന്ന് പറച്ചില്ലേ? കുറെ ദിവസമായി ഞാൻ ശ്രദ്ധിക്കണേ. ഈ ഷെൽഫ് നിജല്ലാതെ വേറെ ആരാ പൈസ എടുക്കുക? ഞാൻ എടുത്തിട്ടില്ല. എടുക്കണ്ടെന്നല്ല, ഓരോ കാര്യങ്ങൾക്കായി എണ്ണി വെച്ച പൈസയാണ്. എടുക്കുമ്പോ പറഞ്ഞിട്ട് എടുക്കണം. ഞാൻ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞില്ലേ? ഞാൻ ഏതായാലും ഓഫീസിൽ പോയിട്ട് വരാം. എനിക്ക് അറിയണത് എന്താടോ രാവിലെ കച്ചറ? കച്ചറൊന്നല്ല, ഓരോ ആവശ്യത്തിനായി മാറ്റി വെച്ച പൈസ ദിവസം 10-20 ഇങ്ങനെ കുറയാണ്. അപ്പൊ അത് ചോദിച്ചതാണ്. അത് വീട്ടാവശ്യത്തിന് എടുത്തിട്ടുണ്ടാവുന്നേ. ഹലോ ജാഫറെ, ഈ അവിടെ ഉണ്ടോ? എടാ, എന്റെ മോനെ ആരിഫുണ്ട് എന്റെ ഷെൽഫിൽ നിന്ന് പൈസ എടുത്തിട്ടാണ് പുറത്തൊക്കെ പോയിട്ട്. ഇതൊന്ന് പോയി നോക്കുവോ? ഇനിയിപ്പോ അല്ല സിഗരറ്റോ മറ്റെന്തെങ്കിലും വാങ്ങാനാന്ന് അറിയില്ലേ. മക്കൾക്ക് വഴിതെറ്റാൻ ധാരാളം മാർഗങ്ങളുണ്ടേ. ഓക്കെ, ഞാൻ കണ്ടു വിളിക്കാം. മുസ്തഫ ഈ പറഞ്ഞ കറക്റ്റ് ആണ്. സിഗരറ്റ് വാങ്ങാനാണ് ഓൻ്റെ ഒരു ഗ്രോസറി കയറിയിട്ട്. നമ്മളെ ടയർ കട അടുത്തിട്ട് അബൂട്ടിണ്ടല്ലോ, മൂപ്പരേറ്റ് അത് അവിടെ സംസാരിച്ചിരിക്കണ്. ഓല് രണ്ടാൾ കൂടി നടന്നു പോണ്. എടാ ഒന്ന് പോയോക്കാം. ഹലോ, നിങ്ങൾ തമ്മിൽ എന്താണ് ഇടപാട്? ആ കുട്ടി എനിക്ക് വേണ്ടപ്പെട്ട ആളാണ്. ആണോ? ഞാൻ ആ കുട്ടിനെ കുറച്ച് ദിവസമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. എന്നും 3 നേരം ആ ഗ്രോസറിയിൽ നിന്ന് സാധനം വാങ്ങിയിട്ടേ ഇവിടെ ഈ മരത്തിന്റെ ചോട്ടിലിരിക്കുന്ന ആൾക്ക് കൊടുന്നു കൊടുക്കും. അയാളെ ജോലിയും റൂമൊക്കെ നഷ്ടപ്പെട്ടിട്ട് അയാൾ ഇവിടെ കിടക്കല്. അയാൾക്ക് എന്തൊക്കെയോ അസുഖമുണ്ട്, പറ്റ ക്ഷീണിച്ചാണ് അയാൾ. അപ്പൊ ആ കുട്ടി കൊടുക്കുന്ന ഭക്ഷണം കൊണ്ടാണ് അയാളെ ജീവൻ നിലനിൽക്കുന്നത്. ആ മോനെ ആരിഫേ, എന്നാ ഇത് വെച്ചോ. ഇത് എൻ്റെ ആവശ്യങ്ങൾക്കുള്ളതാണ്. പിന്നെ ഒരാളെ മുതലും അനുവാദം ഇല്ലാതെ എടുക്കരുത്. അത് സ്വന്തം ബാപ്പ. മക്കളെ ദാനം കൊടുത്ത് പഠിപ്പിക്കുക. നാളെ നിങ്ങൾക്കും അതിന് പ്രതിഫലം കിട്ടും.